സുധാമാവിന്റെ അച്ഛൻ രഞ്ജിത്ത് കാണിക്കുകയാണ്. ഇത് കമ്മിറ്റി റീബിൽഡ് ചെയ്യണം. നീ ആരുടെ കൂടെ തന്നെ പോയാ ഈ എണ്ണി തിട്ടപ്പെടുത്താം. വേണ്ട, ആരും വേണ്ട, ഞാനും അവനോട് ചെയ്തോളാം. മനോരമ ഞാൻ ഇനി ദിവസം ഇവനെ ഇവിടെ കൊണ്ടിരുത്തായിരുന്നു. ഉണ്ണി അറിഞ്ഞ ഭൂകമ്പം ഉണ്ടാകും. ഉണ്ണി ഇത്ര ഞാനാകും. ആ വണ്ടിയും കൂടെ അല്ലെങ്കിൽ തിരിച്ചുകൊണ്ട് പൂവരന്മാരെ കൊല ചെയ്ത കൺവശം തീരുവാനായിട്ട് യജ്ഞങ്ങളും വിശേഷങ്ങൾ അകേരവാശ പറഞ്ഞതു ലക്ഷ്മണ എന്ന് മുകുന്ദൻ ഭരിച്ചത് കേട്ടാലും യജ്ഞഗുണഗണമേറും എന്താതനും അജ്ഞാനികളെ വെന്നെന്ന് മുകുന്ദന് നൽകുവാനായി പിതാവ് തന്റെ ഗൃഹത്തിങ്കൽ കവിമോഹനമായ ഒരു ലക്ഷ്യവും ഉണ്ടാക്കിനാൻ. അത് കാണുകയില്ലാരുമേ കണ്ടുകൂടും ചില നേരം ചിലമതിലാരെങ്കിലും ഇത് കണ്ടിച്ച് ഭൂവന് പാരാതെ മാൽപൂത്തിൽ തന്നെ കൊടുത്തിടും. മടങ്ങി നിൽക്കും വിധവുമില്ലാളി വീരൻ വിജയനയും പറഞ്ഞത് സർവരും മാധവജ്ഞമാർ ഭാഗ്യത്തെ ആവോളം ഏറ്റം പറഞ്ഞു പുകഴ്ത്തിനാൻ. അരേ മുന്നമേ ലക്ഷണതന്റെ സ്വയം ഓരോന്നു ചൊല്ലി വസിച്ചത്. അപ്പോൾ സകല മുനികൾ മോദത്തോടും ചിൽപ്പുമാൻ സന്നിധം വന്നതു കാണുകയാൽ മനവന്മാരും മുകുന്ദനും വന്ദിച്ചു. വന്ന മുനികളെ പൂജിച്ചിരുത്തിനാർ. മാധവൻ മാമുനിമാരോട് ചൊല്ലിനാൻ, ബോധികളും നിങ്ങളെ കാണും സഫലമായി ഒട്ടൊഴിയാതെ ജനതുരിതാഭകം ശിഷ്ടമല്ലോ. ഭൂരീർഘങ്ങളായതും ഇങ്ങനെ മാധവ മാധുര്യവാക്യത്താൽ മംഗളഭക്തരാം മാമുനിവർഗവും സർവാത്മകനാം വരവരസ്വയം സർവമുനികൾ തൊഴുതു വാഴ്ത്തും വിധവാനന്ദമോട് വാസുദേവം എന്നുറച്ചു ചരിച്ചിടുകയെങ്കിലോ പിന്നെ ജനിമൃതി കർമ്മ നരകങ്ങൾ അരേ ഒക്കെയും നഷ്ടമായി വന്നു കുടിച്ചിടിലോ. മൂന്നൃണത്തോടുകൂടി വരുമേ വരും എന്നതിൽ ബ്രഹ്മചര്യത്താൽ ഋഷികടകൾ തൃപ്തരായി വാദ്യഘോഷത്തോടും ആവോളവും പുഷ്പവർഷമതും ചെയ്തു. ആത്മവിടെയുള്ള വിസ്മയം എങ്ങനെ ഇന്ന് പറയുന്നതാവതല്ലെന്നത് ചൊല്ലാവൂ
യജ്ഞം ശ്രവിക്കുന്നതോർക്കിലോ മല്ല വിലോചന എന്നുടെ മനസ്സേ എങ്ങനെ പോയി എന്തുവാ